നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട നടൻ ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയത്. മാസപ്പടി കേസിൽ മകളെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കൃഷി ചെയ്ത മികച്ച വിളവ് നേടി കർഷകർക്ക് മാതൃക കാട്ടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. വീട്ടിൽ നടത്തിയ കൂൺ കൃഷിയിൽ മികച്ച വിളവാണ് മന്ത്രിക്ക് ലഭിച്ചത്. അടിപിടിക്കിടെ തലയ്ക്ക് ക്ഷതമേറ്റ അച്ഛൻ മരിച്ചു, മകൻ അറസ്റ്റിൽ. ചേർത്തല തുറവൂരിലാണ് സംഭവം. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ മധുര MGR നഗർ രാമനാഥപുരം സ്വദേശി കട്ടുപൂച്ചിനെ മധുരയിൽ എത്തിച്ചെങ്കിലും മോഷണ മുതൽ കണ്ടെത്താനായില്ല. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട നടൻ ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യത്തിനായാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിലായ കേസിന്റെ അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. ഈ കേസിലെ പ്രതികളുടെ ഫോൺ പരിശോധിച്ചപ്പോഴടക്കം ചില സിനിമാ താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ഈ താരങ്ങളെ വിളിച്ചു വരുത്തണമെന്നും നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യണമെന്നും എക്സൈസ് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് ഭയമുണ്ടെന്നും തടയണമെന്നും കാണിച്ച ശ്രീനാഥ് ബാസി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ R. അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ കേസിൽ അന്വേഷണം നടക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ആലപ്പുഴയിൽ പിടിച്ചെടുത്തത്. കൂടാതെ കേരളത്തിലേക്ക് മുന്തിയ ഇനം ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ തസ്ലീമ. ഇവരുടെ ലഹരി മാഫിയ സംഘത്തിലെ മറ്റു പ്രധാന ആളുകളിലേക്ക് കൂടി എത്താനാകുമെന്നാണ് എക്സൈസിന്റെ പ്രതീക്ഷ. കൂടാതെ തസ്ലീമയുടെ ഫോണിൽ നിന്ന് പലർക്കും സ്ത്രീകളുടെ ചിത്രങ്ങൾ അയച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് എക്സൈസ് പറയുന്നു. നേരത്തെ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ ഇവർ നിലവിൽ ലഹരിക്കടത്തിനോ വിപണനത്തിനോ ഇത്തരം രീതി പിന്തുടരുന്നുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. തസ്ലീമ സുൽത്താനയ്ക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയത് ദുബായ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 2 മലയാളികളാണെന്നാണ് വിവരം. ഇതിലൊരാൾ ലഹരി കേസിൽ മുൻപും അറസ്റ്റിലായിട്ടുണ്ട്. കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്ന പ്രധാന കണ്ണികളെയാണ് എക്സൈസ് തേടുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. മാസപ്പടി കേസിൽ മകളെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാസപ്പടി കേസിൽ മകളെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് കളക്ടറേറ്റ് ജംഗ്ഷന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ചാണ്ടിയുമ്മൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാം ശരിയാക്കിയത് എന്താ? ഈ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും ഒഴുക്കുന്നതാണ് ശരിയാക്കിയിരിക്കുന്നത്. 5 വർഷം കൊണ്ട് മദ്യത്തിന്റെ ഒഴുക്കായിരുന്നു, കുത്തൊഴുക്കായിരുന്നു. ഈ 5 വർഷം എന്താണ്? മയക്കുമരുന്നാണ്. അപ്പോൾ ഒന്നും ശരിയാക്കിയില്ല എന്ന് മാത്രമല്ല, നാട് മുഴുവൻ അഴിമതിക്ക് വളം വെച്ചു കൊടുത്തിരിക്കുക. ഈ ഗവൺമെന്റിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വളരെ ഗുരുതരപരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണം പറയുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതിനാണ്? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MP പ്രവീൺ അധ്യക്ഷനായി. റഹീം വെറ്റക്കാരൻ, അജയ് ജുവൽ കുര്യാക്കോസ്, മനു സജീവ്, AD തോമസ്, അജിമോൻ കണ്ടല്ലൂർ, ഗംഗാശങ്കർ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ഇതിനിടെ പോലീസ് ലാത്തി വീശി. ഏതാനും പ്രവർത്തകർക്ക് ലാത്തിയുടെ അടിയേറ്റു. പിന്നീട് മുദ്രാവാക്യം മുഴക്കി വെള്ളക്കിണർ ജംഗ്ഷനിലേക്ക് നീങ്ങിയ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ടൈം ന്യൂസ്, ആലപ്പുഴ. കൃഷി ചെയ്ത മികച്ച വിളവ് നേടി കർഷകർക്ക് മാതൃകയാവുകയാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. മന്ത്രിയുടെ വീട്ടിൽ കൃഷി ചെയ്ത കൂൺ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. കൂൺ കൃഷി വ്യാപകമാക്കുവാൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും കുടുംബവും ചേർത്തലയിലെ വസതിയിൽ നടത്തിയ കൂൺ കൃഷിക്ക് 100 മേനിയുടെ വിളവെടുപ്പ്.
മാതൃകാ പച്ചക്കറി കൃഷിയും ഓണത്തിന് പൂക്കൃഷിയും ചെയ്ത മികച്ച വിളവ് നേടി കർഷകർക്ക് മാതൃകയാകുന്ന കൃഷിവകുപ്പ് മന്ത്രിയുടെ മറ്റൊരു മാതൃകയാണ് വീട്ടിൽ നടത്തിയ കൂൺ കൃഷി. വിവിധതരം കൂണുകൾ കൃഷിക്ക് 3 മാസം കൊണ്ട് മികച്ച വിളവാണ് മന്ത്രിക്ക് ലഭിച്ചത്. കുടുംബസമേതമാണ് മന്ത്രി കൂൺ വിളവെടുപ്പ് നടത്തിയത്. മന്ത്രിയുടെ വീടിന് മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ ശീതീകരണം നടത്തി ചിപ്പിക്കൂണിലെ 4 ഇനങ്ങളും പാൽക്കൂണിലെ 3 ഇനങ്ങളുമാണ് കൃഷി ചെയ്തത്. എല്ലാ ഇനത്തിൽ നിന്നും 100 മേനി വിളവ് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി സ്വർണ്ണ നിറത്തിലെ കൂൺ, പിങ്ക് നിറത്തിലെ കൂണും മന്ത്രിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ കൃഷി ചെയ്തു. സ്വർണ്ണ നിറത്തിലുള്ള കൂൺ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ ഇതിന് ആവശ്യക്കാർ കൂടുതലാണ്. 500ഓളം ബഡ്ഡുകൾ ചെയ്യുന്നിടത്ത് 180ഓളം ബഡ്ഡുകളാണ് ചെയ്തിരുന്നത്. ഒരു ബഡ്ഡിൽ നിന്നും 800 ഗ്രാമോളം വിളവ് ലഭിച്ചു. ആദ്യ വിളവെടുപ്പിൽ തന്നെ 10 കിലോയ്ക്ക് മുകളിൽ വിളവ് ലഭിച്ചു. മന്ത്രി പി പ്രസാദും ഭാര്യ ലൈന പ്രസാദ്, മകൻ ഭഗത്, മകൾ അരുണ അൽമിത്ര, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, MC സിദ്ധാർത്ഥൻ, CA അരുൺകുമാർ, കൃഷിക്ക് നേതൃത്വം നൽകുന്ന ആദം ഷംസുദ്ദീൻ, രാഹുൽ ഗോവിന്ദ്, ശ്രീകാന്ത് എന്നിവരും വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. നല്ല ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന കൃഷിയുമാണ് കൂൺ കൃഷി. വിവിധങ്ങളായ ഇനങ്ങൾ ഇന്ന് കേരളത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. 2000-ലധികം വെറൈറ്റികൾ ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. ഇവിടെ ഞങ്ങൾ ഇന്നൊരു പുതിയ ഇനം അതിൻ്റെ വിളവെടുപ്പായിരുന്നു. അത് പിങ്ക് കളറുള്ളതാണ്. ഈ കൂൺ അധികമാരും നമ്മുടെ നാട്ടിൽ അങ്ങനെ കൃഷി ചെയ്തിട്ടില്ലാത്ത ഒരിനമാണ്. കൂടുതലായി മറ്റ് വെള്ള ഇനങ്ങളെക്കാളെല്ലാം കൂടുതലായി പ്രോട്ടീൻ കണ്ടൻറ്റുള്ള, ഗുണമേന്മ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കൂണിനമാണ് ഈ പിങ്ക് കളറിൽ നിങ്ങൾ കാണുന്ന ഈ കൂണിനം. അത്രമേൽ ഗുണമേന്മ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വിലയിൽ ലഭ്യമാകുന്ന ഒന്നാണ് ഇത്. അതുകൊണ്ട് കൂൺ കൃഷി ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നും 100% നമുക്ക് വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ചെടുക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒന്ന് എന്നുള്ള പ്രത്യേകതയും കൂണിനുണ്ട്. ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കൂണിനെ ലോകം തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. നല്ലവണ്ണം അത് കൃഷി ചെയ്യാനും നമുക്ക് നല്ല വിളവ് ലഭിക്കാനും കഴിയും. വിവിധങ്ങളായ രോഗങ്ങൾക്ക് ആശ്വാസകരമാവുന്നു എന്നും കൂണിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം ഡയറക്ടറേറ്റ് ഓഫ് മഷ്റൂം റിസർച്ചാണ്. അത് സോളൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഹിമാചൽ പ്രദേശിൽ. കേരളത്തിലെ കർഷകരെ സോളനിലേക്ക് അയക്കുകയുണ്ടായി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത്തരമൊരു പരിപാടികൾക്ക് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 100 കൂൺ ഗ്രാമങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. കേരളത്തിലെ 100 ഇടങ്ങളിൽ ഇപ്പോൾ കൂൺ ഗ്രാമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. അടിപിടിക്കിടെ തലയ്ക്ക് ക്ഷതമേറ്റ അച്ഛൻ മരിച്ചു, മകൻ അറസ്റ്റിലായി. ചേർത്തല തുറവൂരിലാണ് സംഭവം. ഗൃഹനാഥന്റെ മരണം അടിപിടിക്കിടെ തലക്കേറ്റ ക്ഷതത്തെ തുടർന്നാണെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുറവൂർ തിരുമല ഭാഗം കാരാത്തറ വേലായുധന്റെ മരണത്തിൽ മകൻ രതീഷിനെയാണ് കുത്തിയതോടെ പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച അർദ്ധരാത്രി വേലായുധൻ വീട്ടിൽ അനക്കമില്ലാതെ കിടക്കുന്നത് ഭാര്യ ജാനുവാണ് കണ്ടത്. ഉടൻ തുറവൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. വേലായുധന് ഹൃദയാഘാതം ഉണ്ടായെന്നാണ് ബന്ധുക്കൾ ആശുപത്രിയിലും പോലീസിനോടും പറഞ്ഞത്. സ്വാഭാവിക മരണമെന്ന് കരുതി ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിനിടെ തലയ്ക്ക് പിന്നിൽ ക്ഷതം കണ്ടത് സംശയത്തിനിടയാക്കി. മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് കുത്തിത്തോട് പോലീസ് ഇൻസ്പെക്ടർ M. അജയ് മോഹന്റെ നേതൃത്വത്തിൽ രതീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അടിപിടിക്കിടെ വേലായുധന്റെ തലയ്ക്ക് മുറിവേറ്റതായി രതീഷ് സമ്മതിച്ചെന്ന് പോലീസ് പറഞ്ഞു. 3 ദിവസം മുൻപ് മദ്യപിച്ച് വീട്ടിൽ ബഹളം വെച്ച വേലായുധനും രതീഷുമായി തർക്കമുണ്ടായി. ഇതിനിടെ വേലായുധൻ നിലവിളക്ക് കൊണ്ട് രതീഷിനെ അടിച്ചു. രതീഷിന്റെ തലയ്ക്ക് മുറിവേറ്റു. തുടർന്ന് രതീഷ് വേലായുധനെ തള്ളിയപ്പോൾ ഭിത്തിയിൽ ഇടിച്ച തലയുടെ പിൻഭാഗത്ത് മുറിവുണ്ടായി. ഇത് കാര്യമാക്കാതെ വേലായുധൻ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് വേലായുധനെ അനക്കമറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ രതീഷ് തന്നെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി. സുനിത മകളാണ്. വിനീത, സുരേഷ് എന്നിവർ മരുമക്കളാണ്. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ പ്രധാനിയായ മധുര MGR നഗർ രാമനാഥപുരം സ്വദേശി കട്ടുപൂച്ചനെ മധുരയിൽ എത്തിച്ചെങ്കിലും മോഷണം മുതൽ കണ്ടെത്താനായില്ല. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ മധുര MGR നഗർ രാമനാഥപുരം സ്വദേശി കട്ടുപൂച്ചനെ പോലീസ് മധുരയിൽ എത്തിച്ചെങ്കിലും മോഷണം മുതൽ കണ്ടെത്താനായില്ല. കട്ടുപൂച്ചൻ പതിവായി മോഷണം മുതൽ വിൽക്കുന്ന വ്യക്തി നാട്ടിൽ നിന്ന് കടന്നു കളഞ്ഞതാണ് കാരണം. 5-ന് പുലർച്ചെയാണ് മണ്ണഞ്ചേരി SHO PJ ടോൾസന്റെ നേതൃത്വത്തിലുള്ള സംഘം മധുരയ്ക്ക് പോയത്. മോഷ്ടിക്കുന്ന സാധനങ്ങൾ അവിടെ ഒരു സ്ത്രീക്ക് കൈമാറിയാണ് വിൽക്കുന്നതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തി തെളിവുകൾ ശേഖരിച്ചത്. കട്ടുപൂച്ചൻ പോലീസ് പിടിയിലായതോടെയാണ് സ്ത്രീ കടന്നു കളഞ്ഞതെന്ന് പോലീസ് സംശയിക്കുന്നു. കട്ടുപൂച്ചനെ തിങ്കളാഴ്ച കോടതിക്ക് കൈമാറിയേക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നിർമ്മാണം പൂർത്തിയാവാത്ത അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് പിന്തുണയേകി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ അർത്തുങ്കൽ ബസലിക്ക. അർത്തുങ്കൽ ഹാർബറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച KLC അർത്തുങ്കൽ ബസലിക്ക. 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും പൂർത്തിയാകാത്ത അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ
ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ അർത്തുങ്കൽ ബസലിക്ക പ്രവർത്തകരായ ഷാജി വാവച്ചൻ, തോമസ് വഞ്ചിപ്പുരയ്ക്കൽ എന്നിവർ സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ചു. വൈകുന്നേരം 5 മണിക്ക് 1000 തൈയിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രതിഷേധ സമരജാഥ പന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന സമ്മേളനം KSMTF സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു. KLC ആലപ്പുഴ രൂപത പ്രസിഡന്റ് PG ജോൺ ബ്രിട്ടോ, സാബു വി തോമസ്, ബെൻസിലാൽ, HS സെബാസ്റ്റ്യൻ, സുരിയക് ചാലങ്കൽ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. KPMSന്റെ 54ാമത് സംസ്ഥാന സമ്മേളനം ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണിൽ 2025 ഏപ്രിൽ 9 മുതൽ 13 വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണിൽ 5 ദിവസം വരെ 9, 10, 11, 12, 13 കുടിമര പതാക ദീപശിഖ ജാഥകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, പ്രതിനിധി സമ്മേളനം, കലാസന്ധ്യ, പൊതുസമ്മേളനം, സെമിനാറുകൾ, സുഹൃത്ത് സമ്മേളനം തുടങ്ങി വിപുലമായ പരിപാടി കൊണ്ടാണ് 5 ദിവസക്കാലം ആലപ്പുഴയിൽ KPMSന്റെ ചരിത്ര സമ്മേളനം 5 ദിവസങ്ങളാക്കി. ഈ സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണമായി 9-ാം തീയതി ഏപ്രിൽ 9-ന് വൈകിട്ട് 5 മണിക്ക് ഒരേ സമയത്ത് കുടിമര പതാക ദീപശിഖ ജാഥകൾ സാംസ്കാരിക സമ്മേളനത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യും. പതാക ജാഥ കുട്ടനാട് നിന്ന് ഏപ്രിൽ 9 5 മണിക്ക് കർഷക തൊഴിലാളി സംഘത്തിന്റെ ആദ്യകാല പ്രസിഡന്റും അയ്യൻകാലയുടെ സമരഭൂനുമായിരുന്ന ശീതങ്കൻ അനുസ്മരണത്തോടുകൂടി കുട്ടനാട് സാംസ്കാരിക സമ്മേളനം പതാക ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെടും. KPMSന്റെ 54ാം സംസ്ഥാന സമ്മേളനം ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണിൽ 2025 ഏപ്രിൽ 9 മുതൽ 13 വരെ കൊടിമര പതാക ജാഥകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനങ്ങൾ, സെമിനാറുകൾ, സർഗസന്ധ്യ തുടങ്ങിയ വിപുലമായ പരിപാടികളോടെ നടത്തുന്നു. സമ്മേളന നഗരിൽ സ്ഥാപിക്കുന്നതിനുള്ള കൊടിമര പതാക ദീപശിഖ ജാഥകളുടെ ഉദ്ഘാടനം ഏപ്രിൽ 9 വൈകിട്ട് 5:30 സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിക്കും. പതാക ജാഥ ഉദ്ഘാടന സമ്മേളനം ശീതങ്കൻ അനുസ്മരണം മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ പന്യൻ രവീന്ദ്രൻ നിർവഹിക്കും. KPMS വൈസ് പ്രസിഡന്റ് AP ലാൽകുമാർ, അഡ്വക്കേറ്റ് K അനിൽകുമാർ, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT ജലജകുമാരി തുടങ്ങിയവർ സംസാരിക്കും. ദീപശിഖ ജാഥ ഉദ്ഘാടന സമ്മേളനം, നങ്ങേലി അനുസ്മരണം എന്നിവ ചേർത്തല മുനിസിപ്പൽ മൈതാനിയിൽ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. KPMS സെക്രട്ടേറിയറ്റ് അംഗം രമാ പ്രതാപചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ദേവിമ ജോജോ MLA, കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്, ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ, ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിക്കും. കൊടിമര പതാക ദീപശിഖ ജാഥകൾക്ക് ശേഷം ആരംഭിക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷ് അധ്യക്ഷത വഹിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ 112 യൂണിയനുകളിൽ നിന്നുമായി 968 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. KPMS സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് A സനീഷ് കുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ N ബിജു, KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ സുജാത, KPMS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MT മോഹനൻ തുടങ്ങിയവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. വിഷുവിന് കണിയൊരുക്കാൻ കഞ്ഞിക്കുഴിയിലെ ജൈവ കർഷകൻ VP സുനിലിന്റെ പാടശേഖരത്തെ കണിവെള്ളരികൾ വിളവെടുത്തു. വിഷുവിന് കണിയൊരുക്കുവാൻ കഞ്ഞിക്കുഴിയിലെ കർഷകനായ സുനിലിന്റെ കണിവെള്ളരിയും കണിമത്തനും തയ്യാർ. ഈ വർഷം അന്യസംസ്ഥാനത്ത് നിന്നും ആവശ്യക്കാർ ഏറെ. അതിനാൽ തന്നെ വിഷുവിന് ദിവസങ്ങൾ ശേഷിക്കെ വിളവെടുപ്പും തുടങ്ങി. ആദ്യ ദിനം ബാംഗ്ലൂരിലേക്ക് 300 കിലോ കണിവെള്ളരിയാണ് സുനിൽ കയറ്റി അയച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 1-ാം വാർഡ് വടക്കേത്തയ്യൽ വീട്ടിൽ VP സുനിൽ പാട്ടത്തിനെടുത്ത 5 ഏക്കർ സ്ഥലത്ത് 13,000 കണിവെള്ളരി തൈകളാണ് നട്ടത്. ഇവിടെയാണ് തിങ്കളാഴ്ച വിളവെടുപ്പ് നടത്തിയത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. വിഷു കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് 2.5 ഏക്കറിൽ വെള്ളരി ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് പച്ചക്കറികളും വളരെ നന്നായി ചെയ്തു വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ് 2 പേരും ചേർന്ന്. കുട്ടികളുണ്ട്, അവർക്കായതൊന്നും അവരും ചെയ്യുന്നുണ്ട്. കഞ്ഞിക്കുഴിക്ക് ഏറെ അഭിമാനം തന്നെയാണ് ഈ വിളവെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു. മലയാളിയെ സംബന്ധിച്ച് വിഷു ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉത്സവമാണ്. അതിന് കണിവെള്ളരിയാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം പച്ചക്കറികളുമുണ്ട്. അപ്പോൾ എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സുനിലിനിയും
നന്നായി ചെയ്യാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു. നന്ദി. സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി വാങ്ങാൻ ആവശ്യക്കാർ ഏറെ. വിളവെടുപ്പ് ദിനം തന്നെ നിരവധി പേരാണ് പാടത്തെത്തി കണിവെള്ളരി വാങ്ങി മടങ്ങിയത്. ഓണക്കാലത്തും സുനിൽ പൂപ്പാടം ഒരുക്കി കാഴ്ചക്കാരെ ആകർഷിച്ചിരുന്നു. വിളവെടുപ്പ് ചടങ്ങിൽ കർഷക സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി പൗത്രൻ, എസ് ജോഷിമോൻ, വി സുനിൽ എന്നിവരും പങ്കെടുത്തു. പ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ 3ാം തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള ഗണപതി പടയണി ഭക്തിസാന്ദ്രം. കരപ്പുറം ദേശത്തിന്റെ ഐശ്വര്യവും ഒരുമയുടെ പ്രതീകവും സാംസ്കാരിക പൈതൃകത്തിന്റെ അപൂർവ സംഗമവുമായ ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ മീനമാസത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി 3ാം ഉത്സവ ദിവസം നടന്ന ഗണപതി പടയണി ഭക്തിസാന്ദ്രമായി. 3ാം ഉത്സവ ദിവസം രാവിലെ 6-ന് കേളംകുളത്തിലേക്ക് ആറാട്ട് പുറപ്പെട്ടതോടെ 3ാം ഉത്സവത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. 8-ന് ഭഗവത്ഗീതാ പാരായണം, 11-ന് ആറാട്ടുവരവ്, 12:15-ന് തിരുവാതിര, 12:30-ന് പ്രസാദമൂട്ട് എന്നിവയും നടന്നു. വൈകുന്നേരം 3 മുതൽ തിരുവാതിര, പഞ്ചവാദ്യം, നൃത്തസന്ധ്യ, ദീപാരാധനയ്ക്ക് ശേഷം സോപാന സംഗീതം, പള്ളിക്കുളത്തിലേക്ക് ആറാട്ട് പുറപ്പാട്, തുടർന്ന് 7-ന് ഭരതനാട്യം എന്നിവയും നടന്നു. 8 മണിക്ക് ഓട്ടംതുള്ളൽ, 9 മണിക്ക് നൃത്താർച്ചനയും നടന്നു. 10-ന് ആറാട്ടുവരവ്, എതിരേൽപ്പ്, വിളക്ക് എന്നിവയ്ക്ക് ശേഷം പുലർച്ചെ 4 മണിക്കാണ് ഗണപതി പടയണി നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. കോൺഗ്രസ് മുഹമ്മ നോർത്ത് മണ്ഡലം 2-ാം വാർഡിലെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടന്നു. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ നോർത്ത് മണ്ഡലം 2-ാം വാർഡ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. ആ സീതാറാം യെച്ചൂരി മരണപ്പെട്ടു. അതിനുശേഷം താൽക്കാലിക ചുമതല കൊടുത്തു പ്രകാശ് കാരാട്ട്. ആ പ്രകാശ് കാരാട്ടായിരുന്നു അഖിലേന്ത്യാ സെക്രട്ടറി. അദ്ദേഹം മാറിയിട്ടാണ് സീതാറാം യെച്ചൂരി ആയത്. ആ പ്രകാശ് കാരാട്ട് വന്നതിന് ശേഷം കേരളത്തിൽ അദ്ദേഹം ആദ്യം വന്നു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. ആ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ചായിരുന്നു. നമ്മുടെ പാർട്ടിയേക്കാൾ വലിയ ജനാധിപത്യം പറഞ്ഞുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പുകൾ. ആദ്യം ബ്രാഞ്ച്, അതിനുശേഷം ലോക്കൽ കമ്മിറ്റി, അതിനുശേഷം ഏരിയ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ശേഷം ജില്ലാ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ശേഷം സംസ്ഥാന കമ്മിറ്റി, സമ്മേളനങ്ങളെല്ലാം നടന്ന് കോട്ടയത്ത് വെച്ച് അല്ലെങ്കിൽ കൊല്ലത്ത് വെച്ച് ആ സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മധുരയ്ക്ക് പോയിരിക്കുന്നത്. തൊഴിലാളി വർഗത്തിന് പകരം മുതലാളി വർഗത്തിന്റെ പാർട്ടിയായി CPM മാറിയെന്ന് ജോബ് പറഞ്ഞു. മേൽഘടകം മുതൽ താഴെത്തട്ട് വരെ അഴിമതിയാണെന്നും MJ ജോബ് കൂട്ടിച്ചേർത്തു. KR രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VM സുഗാന്തി പ്രതിഭകളെ ആദരിച്ചു. DCC സെക്രട്ടറി R ശശിധരൻ, KC ആന്റണി, CK അശോകൻ, TV ഉദയകരൻ, സദാനന്ദൻ പിള്ള, KM ചാക്കോ കല്ലുവരയ്ക്കൽ, PU സാൽബിൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ജയന്തി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നടന്ന വിളംബര ജാഥ ഭക്തിസാന്ദ്രമായി. കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ജയന്തി ഉത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന വിളംബര ഘോഷയാത്ര നാടിനെ ഭക്തിയുടെ നിറവിലാഴ്ത്തി. നിശ്ചല ദൃശ്യങ്ങളും നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും നിറക്കൊഴുപ്പേകിയ ഘോഷയാത്ര നാടിന് ഇമ്പമൂർന്ന കാഴ്ചയായി. കലവൂരിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര മണിക്കൂറുകളെടുത്താണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. ചലിക്കുന്ന ഹനുമൽ രൂപവും മയിലേറിയ സുബ്രഹ്മണ്യനും അമ്പലപ്പുഴ വേലകളെയും കാണികളുടെ മനം നിറച്ചു. ക്ഷേത്രക്കുളക്കരയിൽ സ്ഥാപിച്ച ഹനുമൽ രൂപവും ഭക്തരെ ആകർഷിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച മഹാപ്രസാദ ഊട്ട, പുഷ്പാലങ്കാരം, വെടിക്കെട്ട, മ്യൂസിക് ഫ്യൂഷൻ എന്നിവയും നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ കലവൂർ മാരൻകുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ ഭാഗവത മഹാസത്രം തുടരുന്നു. ഏപ്രിൽ 14-ാം തീയതി സത്രം സമാപിക്കും. ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ മനുഷ്യനന്മയ്ക്കാണ് രചിച്ചതെന്ന് ADGP S ശ്രീജിത്ത് പറഞ്ഞു. മാരൻകുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സത്രത്തോടനുബന്ധിച്ച പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭഗവാന്റെ അംശമാണ് എല്ലാവരിലും ഉള്ളതെന്നും നന്മ പ്രവർത്തിക്കണമെന്നും
എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ പറഞ്ഞു. സത്രവേദിയിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തുകയായിരുന്നു പ്രീതി നടേശൻ. കപിലാവതാരം സ്വാമി അഭയാനന്ദയും കപിലോപദേശം ടി ഉണ്ണികൃഷ്ണ വാര്യരും ഭക്തിമഹിമ എ ശരത്തും നരനാരായണ അവതാരം വസുമതി നായരും വിശദീകരിച്ചു. ശ്രീജിത്ത് കെ നായർ ദക്ഷയാഗത്തിലും മിനി മോഹൻ ധ്രുവചരിതത്തിലും കെ എൻ രാധാകൃഷ്ണൻ പൃഥ്വിചരിതത്തിലും പ്രഭാഷണം നടത്തി. തിങ്കളാഴ്ച സത്രവേദിയിൽ സനൽകുമാരോപദേശം സി വി സുബ്രഹ്മണ്യൻ, പുരഞ്ജനോപാഖ്യാനം സി ബാലചന്ദ്രൻ, പ്രിയവ്രതചരിതം പത്മരാജൻ, ഋഷഭാവതാരം സ്വാമി സന്മയാനന്ദ സരസ്വതി, ഭരതോപാഖ്യാനം സരോജ് കൃഷ്ണൻ, ആധ്യാത്മിക പ്രഭാഷണം 9 മണിക്ക് ബിജു മല്ലാരിയുടെ വയലിൻ ഫ്യൂഷൻ എന്നിവയും നടന്നു. സത്രം 14-ന് സമാപിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട നടൻ ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയത്. മാസപ്പടി കേസിൽ മകളെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കൃഷി ചെയ്ത മികച്ച വിളവ് നേടി കർഷകർക്ക് മാതൃക കാട്ടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. വീട്ടിൽ നടത്തിയ കൂൺ കൃഷിയിൽ മികച്ച വിളവാണ് മന്ത്രിക്ക് ലഭിച്ചത്. അടിപിടിക്കിടെ തലയ്ക്ക് ക്ഷതമേറ്റ അച്ഛൻ മരിച്ചു, മകൻ അറസ്റ്റിൽ. ചേർത്തല തുറവൂരിലാണ് സംഭവം. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ മധുര MGR നഗർ രാമനാഥപുരം സ്വദേശി കട്ടുപൂച്ചനെ മധുരയിൽ എത്തിച്ചെങ്കിലും മോഷണ മുതൽ കണ്ടെത്താനായില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.